ഹലോ ഫ്രണ്ട്സ്, SRG വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് എൻ്റെ കൊച്ചു പച്ചക്കറി തോട്ടമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു നാടൻ രീതിയിലുള്ള വളപ്രയോഗം. ഞാൻ എൻ്റെ കയ്യിൽ കവറാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലെ കളയൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, അങ്ങനെ നിറച്ച് ചൊറിയൻ ചീരയാണ് അവിടെ കേട്ടോ. ഭയങ്കര ചൊറിച്ചിലാണ് അത് കൈ തട്ടിക്കഴിഞ്ഞാൽ. തോരൻ വെക്കാലോ എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്, പക്ഷെ അത് ഭയങ്കര ചൊറിച്ചിൽ. ഇത് കോഴിവളമാണ് കേട്ടോ. ഈ സൈഡൊന്നും അത്രയ്ക്ക് പുല്ലൊന്നുമില്ല പറിക്കാൻ. ആ വെണ്ടയുടെ ഇടയിൽ കൂടെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അത് തക്കാളി തൈയാണ്. അപ്പോൾ ഞാൻ കോഴിവളം, അതിൽ കൂടെ കുറച്ച് നമുക്ക് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നനയാതെ എടുത്ത് വെച്ചാണ് കേട്ടോ, കഴിഞ്ഞ കൊല്ലത്തെയാണിത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വൈകുന്നേരം മഴയുണ്ടാവും എന്നുള്ളത് അറിയില്ല, എങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെയാണ് കേട്ടോ, ഒരുപാട് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുന്നില്ല, ഇത്തിരി വിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ തക്കാളി ചെടിക്കൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് വെണ്ടത്തൈ ഉണ്ട്. ഇത് അധികം ആയില്ല കേട്ടോ, വെണ്ട വെച്ചിട്ട്. ഇത് ഈ ഇടയ്ക്ക് വെച്ചതാണ്, ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞു. ഇത് ചീനിമുളക് തൈയാണ് കേട്ടോ. നമ്മുടെ എല്ലാ വെണ്ടയിലും ഇതേപോലെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചുവടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താണ്. ഞാൻ ഈ കോഴിവളവും ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ ചാണകപ്പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ. വേറെ വളമൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കില്ല, കാരണം നമ്മൾ ഉപയോഗിക്കണമല്ലേ. 2 പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും, ഈ 2 ആണെങ്കിലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായില്ലേ. ഇത് 2 ചീനിമുളക് തൈയാണ്. അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചെടികളുണ്ട് കേട്ടോ, അതിന് പറിച്ച് കളയണം. നമുക്കതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചുള്ളപ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ. അതൊക്കെ ഉള്ളത് നമുക്ക് ആ 2 ചെടീൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളം ഇടൽ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ മണ്ണ് ഇട്ട് കൊടുക്കണം. മണ്ണ് ഞാൻ ഇവിടെ മണ്ണില്ല, പുറത്തുനിന്നാണ് എടുത്തിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ച് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മഴ വരുമ്പോൾ എല്ലാം പോവും. ഞാൻ മണ്ണ് അപ്പുറത്ത് പോയി എടുത്തിട്ട് വന്നാണ്. ഇതിൻ്റെ അടിയിൽ സ്ലാബാണ് കേട്ടോ, അതാണ് ഇങ്ങനെ എനിക്ക് മണ്ണ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ആദ്യം ഞാൻ കുറച്ച് മണ്ണും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇത് വിത്തേ പാകിയത്. അപ്പോൾ നമ്മളിത് എല്ലാ വെണ്ടയ്ക്കും പിന്നെ മണ്ണിട്ട് കൊടുത്തു കേട്ടോ. തക്കാളി ചെടിക്കും നമ്മുടെ വെണ്ടയൊക്കെ അതാ പൂവായി കായ് വരാൻ തുടങ്ങി കേട്ടോ. ആദ്യം നട്ടതാണിത്. ഇത് പച്ച വെണ്ടയാണ്, ബാക്കിയുള്ളതെല്ലാം റെഡ് വെണ്ടയാണ്. ഈ ഒരു ചെടി തന്നെ ഉള്ളൂ തോന്നുന്നു പച്ച കളറിലുള്ള വെണ്ട. ബാക്കി എല്ലാം റെഡ് വെണ്ടയാണ് കേട്ടോ. അത് ഏതാ ഐറ്റം എന്നൊന്നും എനിക്കറിയില്ല. വിത്ത് കളറ് മാത്രം അറിയാം, പച്ച റെഡ്. കണ്ടോ, ഇത് ചെറുതായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. കായ്ക്കുമെന്നുള്ളത് അറിയില്ല. കണ്ടോ, നമ്മുടെ ഒരു ചീനിമുളക് ചെടിയുണ്ട്, വെള്ളച്ചീനിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ കൊച്ചു വഴുതനങ്ങ ചെടിയും അതിൻ്റെ ചുവട്ടിലൊരു മുളക് തൈയും കൂടെ ഉണ്ട്. കണ്ടോ, നമ്മുടെ കൊത്തമരയുടെ ചെടിയാണ് കേട്ടോ. അതിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നേരത്തെ ഇട്ട് കൊടുത്താണ്. നമ്മുടെ അതിൻ്റെ ഇടയിൽ ഒരു പപ്പായ തൈയും ഉണ്ട്, 2 ചീനിമുളക് തൈയുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ചെടിക്ക് ഞാൻ മുളയില്ലേ, ആദ്യമൊക്കെ വേലി കെട്ടാൻ ഉപയോഗിക്കില്ലേ മുള്ള്, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ഒരു ബലമായിട്ട് ഇരിക്കട്ടെ തക്കാളി ചെടിക്ക് എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ ഇടയിൽ കുത്തി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാന്താരി മുളകാണ്, വെള്ളക്കാന്താരി മുളക്. അത് കഴിഞ്ഞ പ്രാവശ്യം ഇത് മാത്രം എനിക്ക് ഉണങ്ങിപ്പോയില്ല, ബാക്കിയെല്ലാം പോയി കേട്ടോ. അതിൽ അത്യാവശ്യം ഓരോ കായൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിതാ ചെറിയ പൊള്ളമുളക് ചെടിയാണ് ഇത് പാകിയിരിക്കുന്നത്. ഒരു 10 മണി ചെടി, അതിൻ്റെ ഇടയിൽ മുളക് ചെടി, ഒരു തക്കാളി ചെടിയും കൂടെ ഉണ്ട്. അത് മൊട്ടായി വരുന്നു. ചെണ്ടുമല്ലി ചെടിയാണ്. കണ്ടോ, ഇതൊക്കെ കോഴിയുണ്ട് ഇവിടെ, എനിക്കല്ല, അപ്പുറത്തൊക്കെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ കൂടെയൊക്കെ ചവിട്ടി അത് ഒടിച്ച് കളയും. പയറാണ് കേട്ടോ. 2 വഴുതനങ്ങ ചെടിയുണ്ട്, ഒരു കുമ്പളങ്ങ വള്ളിയൊക്കെ ഉണ്ട് കണ്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറിയൊരു തെച്ചി, ഇത് കൊണ്ട തെച്ചിയാണ് കേട്ടോ. നല്ല വലിപ്പം ഉണ്ടാവും. ഇത് കൊഴിഞ്ഞു പോയി പൂവൊക്കെ. ഇതൊരു റോസാണ്, നല്ല കളറായിരുന്നു കേട്ടോ കൊണ്ടുവന്നപ്പോൾ. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായി, അതിന് കളറൊക്കെ ചേഞ്ചായി വരുന്നു. ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കൊടുത്താണ്. അപ്പോൾ നമുക്ക് ഈ പൂവൊന്ന് കൊഴിയുന്ന വരെ എനിക്ക് വെട്ടാൻ തോന്നുന്നില്ല, ആ പൂവിൻ്റെ തണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതാ നമ്മുടെ ഒരു കൊച്ചു കുമ്പളങ്ങ വള്ളിയാണ് കേട്ടോ. അതിൽ ചെറിയൊരു കായുണ്ട്, ഇതുണ്ടോ, കൊച്ചു കുമ്പളങ്ങക്കായ്. അതുണ്ടാവും എന്നുള്ളത് അറിയില്ല. കറ്റാർവാഴൻ്റെ മേലെ കൂടെയാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും അനങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ചിലപ്പോൾ കൊഴിഞ്ഞു പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എന്താ കൊച്ചു കൊച്ചു പൂന്തോട്ടമാണേ. ഇത് മുല്ലയാണ് കേട്ടോ, വലിയ കൊണ്ട മുല്ലയില്ലേ, അതാണ്. അപ്പോൾ ഞാനത് കെട്ടിയിട്ട് തലപ്പൊന്ന് വെട്ടിക്കൊടുത്താണ് കേട്ടോ, ഒപ്പം വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ട വഴുതരങ്ങയാണ്, നല്ല പച്ച വഴുതരങ്ങ, നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എനിക്കൊരു 3 കിട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ. പിന്നെ നമ്മുടെ ഒരു പൊന്തം വാഴയ്ക്കയും കൂടെ ഉണ്ട് കേട്ടോ. നല്ല പാലക്കാട്ടുകാരുടെ ഇഷ്ട ഭക്ഷണമാണത്. അപ്പോൾ ദാ മഴയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്.